എല്ലാവർക്കും നമസ്കാരം. ഈറ്റ് കോട്ടയം മീറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോട്ടയത്തെ ഭക്ഷണപ്രേമികൾക്ക് സന്തോഷിക്കാൻ പറ്റിയ ടൈമാണ്. കാരണം കുറേ പുതിയ റെസ്റ്റോറൻറ്റ്സ് ഓപ്പൺ ആകുന്നുണ്ട്. അതിലേറ്റവും അവസാനമായി ഓപ്പൺ ആയ ഒരു റെസ്റ്റോറൻ്റാണ് നമ്മുടെ കോടിമത 4 വരി പാതയിലെ കർഗീൻ എന്നും പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ്. എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ ഒരു ആംബിയൻസ് തന്നെയാണ്. നല്ല സ്പേസ്, അതിൽ AC ഹാളായിട്ടും അല്ലാതെ ഓപ്പൺ ഹാളായിട്ടും പിന്നെ പല ഹട്ടുകളായിട്ടും ഒക്കെയാണ് ഇവിടെ നമുക്കിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ ഇവർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് അതിഗംഭീരമായ ഒരു ആംബിയൻസ് അവരവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കർഗീനിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ വരവേൽക്കുന്നത് രാമശ്ശേരി ഇഡലിയാണ്. ഒരു രാമശ്ശേരിക്കാരൻ തന്നെ ആണ് സംഭവം അവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. പുള്ളി അതിൻ്റെ ഉണ്ടാക്കുന്ന വിധങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് ലൈവായിട്ട് അവിടെ ഈ സംഭവം ചുട്ടി തന്നുകൊണ്ടിരിക്കും. നമുക്കത് വാങ്ങി കഴിക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ ടേബിളിലേക്ക് എത്തി. സൂപ്പോട് കൂടിയാണ് നമ്മുടെ പരിപാടികൾ ആരംഭിച്ചത്. എൻ്റെ ഫേവറേറ്റ് ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പാണ്. അതൊരെണ്ണം ഓർഡർ ചെയ്തു. അതുകൂടാതെ ഈ കാണുന്നത് ചെമ്മീൻ പാൽ സൂപ്പ് അങ്ങനെ എന്തോ ആയിരുന്നു എൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അതും അടിപൊളിയായിരുന്നു. പിന്നെ പഴംപൊരിയും ബീഫും പറഞ്ഞു. അതിനുശേഷം വന്ന ഐറ്റമാണ് എഗ് ഉണ്ണിയപ്പം, മുട്ട കൊണ്ടുള്ള ഉണ്ണിയപ്പം. സംഭവം സ്റ്റാർട്ടറായിട്ട് പറയാൻ പറ്റിയ നല്ല കിടിലൻ ഒരു ഐറ്റമാണ്. പഴംപൊരിയും ആ ബീഫ്, അടിപൊളി ബീഫ്, നല്ല ഗ്രേവി, അതുപോലെ ആ ബീഫിൻ്റെ അകത്ത് നല്ല പീസുകളുണ്ട്, അതെല്ലാം നല്ലപോലെ വെന്തിട്ടുമുണ്ട്, അതെല്ലാം അടിപൊളി. ഈ ഐറ്റം നിങ്ങൾ പറയാണ്ട് മറക്കണ്ട, ഈ ഉണ്ണിയപ്പം, എഗ് ഉണ്ണിയപ്പം. അതുപോലെ തന്നെ ഓർഡർ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ചെമ്മീൻ ചോറ്. നല്ല ഫ്ലേവറിൽ നല്ല ടൈഗർ പ്രോൺസ് ഒക്കെ ഇട്ടിട്ട് അടിപൊളി ഒരു ഡിഷായിരുന്നു ചെമ്മീൻ റൈസ്. അതുപോലെ ഞണ്ട് ഓർഡർ ചെയ്തു. ചിക്കൻ ദം ബിരിയാണി ഉണ്ട്. കോട്ടയത്ത് നല്ലൊരു സ്പോട്ട് കൂടി, ബിരിയാണി കിട്ടുന്നൊരു സ്പോട്ട് കൂടിയാണ് കേട്ടോ കർഗീൻ. ഇപ്പം നല്ല ബിരിയാണിയാണ്. ഇത്രയും ഓർഡർ ചെയ്തതിൽ എന്നെ ആകെ മടുപ്പിച്ചൊരു ഐറ്റം ഇതായിരുന്നു, കാളാഞ്ചി തവ ഫ്രൈ. ഫിഷിന് നല്ല ഫ്രഷ്നെസ് ഉണ്ട്, പക്ഷേ അതിൻ്റെ ഒരു ഫ്ലേവർ മടുപ്പായിരുന്നു. അത് ഞാൻ അവരോട് പറയുകയും ചെയ്തു, അത് അത്ര പോരാന്നുള്ളത്. അത് മാത്രമേ ഈ കഴിച്ചതിൽ ഒരു മടുപ്പായി തോന്നിയുള്ളൂ. അതുപോലെ അവരുടെ ഒരു താലി മീൽസും നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു. സംഭവം കുഴപ്പമില്ല, 100 രൂപ മറ്റാണ് ഒരു താലി മീൽസിന് വരുന്നത്. അത്യാവശ്യം കറികളും കാര്യമെല്ലാം ഉണ്ട്. ഈ ഞണ്ടിൻ്റെ ഗ്രേവിയൊക്കെ, ആ റോസ്റ്റിൻ്റെ ഗ്രേവിയൊക്കെ കുഴച്ച് ചോറ് കഴിക്കാണ്ട് നല്ല രസമായിരുന്നു. വാഴക്കൊമ്പ് പായസവും വെർമിസെല്ലി, ക്യാരറ്റ് ഹൽവ, ഐസ്ക്രീം പുഡിയും കഴിച്ച് നമ്മൾ പരിപാടി അവസാനിപ്പിച്ചു. അപ്പോൾ ധൈര്യമായിട്ട് കയറാൻ പറ്റിയ കോട്ടയത്തെ പുതിയ റെസ്റ്റോറൻറ്റ് കർഗീൻ മറക്കണ്ട.